ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാരെങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയതനൂജനാമംഗദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാർ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു 10 യോജന വഴി, ചാടാമിരൂപതെനിക്കെന്നൊരു കപി. 30 ചാടാമെനിക്കെന്ന പരനും, അപ്പടി 40 മറ്റേവനും. 50, 60, 70 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലീ കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായളക്കും വിധം. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തുവച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായേനിതാനീം ലവണാഭി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ 10 മാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും, സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ
ഭൃത്യരിലേഖനുണ്ടാമെന്ന തേവറൂ ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലു വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗത്പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനോ പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ അവനിയിലഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജനമേൽ പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മനസ്സേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനവർ തന്നോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുപരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിങ്ങിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറങ്ങിതോ മനസ്സേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്കനേ. ത്വദ്ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. യുദ്ധം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്ഥായ സത്വരം പ്രീതനായി. ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവീനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും.
ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ പിന്നയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ആ സമുദ്രം ചാടി കടക്കണമെന്ന് സമ്പാദി പറഞ്ഞു. പക്ഷെ എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഒരു ധാരണയില്ലാത്തത്. അങ്ങനെ അവർ പറഞ്ഞ് പരസ്പരം പറയുകയാണ്. ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരം അഗ്രേ സമുദ്രം ആലോക്യ കപികുലം. അവർ കണ്ടു പേടിച്ചിരിക്കുകയാണ്. മഹാനക്രം വലിയ മുതലകളുടെ ചക്രം എന്നാൽ കൂട്ടം, ഭയങ്കരമായിട്ട് അഗ്രേ നമ്മുടെ മുന്നിൽ സമുദ്രമാലോക്യ, അങ്ങനെ മുതലകൾ നിറഞ്ഞു നിൽക്കുന്ന ആ സമുദ്രത്തെ നോക്കിയിട്ട് കപികുലം ഇങ്ങനെ പറയുകയാണ്. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. മറുകര കാണാത്ത ഇത് എങ്ങനെ കടക്കാനാണ്? ആവതല്ലാത്തത് ചിന്തിച്ച് ഖേദിച്ച് ചാവതിനെന്തവകാശം കവികളെ. അപ്പോ ഇവർ പറയുന്നത് ഇത് എന്തായാലും നടക്കുന്ന കാര്യമല്ല. വെറുതെ അതിനുവേണ്ടി പരിശ്രമിച്ച് ഖേദിച്ച് ചാവുന്നതിനേക്കാളും നല്ലത് നേരത്തെ പോലെ നമുക്ക് ഉപവാസം ചെയ്ത് മരിക്കുന്നത് തന്നെയാണ്. ശക്രതനയ തനൂജനാം അംഗദൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. ഇങ്ങനെ പറഞ്ഞ കവികളോട് അംഗദൻ ചോദിച്ചു, എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്? എല്ലാവരും വളരെ വേഗബലമുള്ള ശൂരന്മാരാണ്, നിങ്ങൾക്ക് ശക്തിയുണ്ട്, വിക്രമം, അത്രയും പാരമെന്നാൽ അത്രയധികം വിക്രമമുള്ളവരാണ് നിങ്ങൾ എല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങ് വന്ന് എന്നോടൊരുത്തൻ പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ അറിയാം, അത് എത്രയാണെന്ന് നിങ്ങളായിട്ട് തന്നെ എന്നോട് പറയണം. ഞാൻ ഇതിന് ആളെന്ന് അവനല്ലോ, എന്നെ കൊണ്ട് ഇത്രയും സാധിക്കുമെന്ന് ആരാണോ പറയുന്നത് അവൻ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. അവനായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവനെ രക്ഷിക്കുന്നത്. കാരണം ഒരാൾ ആ ഒരു പ്രവൃത്തി ചെയ്താൽ തന്നെ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു. സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞ് രക്ഷിക്കുന്നതും അവൻ. ഞങ്ങളെ മാത്രമല്ല, അങ്ങനെ പോയി സീതയെ കണ്ടുപിടിക്കുന്നതിലൂടെ സുഗ്രീവനെയും രാമനെയും സൗമിത്രിയെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അംഗദൻ ഇങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞീല ഒരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്യതാം. നിങ്ങൾ പറയൂ, ഉദ്യോഗപൂർവകം. നിങ്ങൾക്ക് ആ ഒരു തിടുക്കം, നിങ്ങളുടെ വാക്കുകളിൽ ആ ഒരു ആത്മവിശ്വാസം ഞാൻ കാണണം. അപ്പോൾ ഓരോരുത്തരായി പറയാൻ തുടങ്ങി. ചാടാം എനിക്ക് ദശയോജന വഴി. പിന്നൊരാൾ പറഞ്ഞു, ചാടാം 20 എനിക്കെന്നൊരു കവി, 30 ചാടാം എനിക്കെന്ന് അപരനും, അപ്പടി 40 മറ്റേവനും, 50, 60, 70 80 ചാടാം എനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്ന് അർണവമോ 100 യോജനയുണ്ടല്ലോ. 90 യോജന വരെ പോവാം, പക്ഷെ എന്ത് ചെയ്യാം?
അത് അപ്പോഴും 100 യോജന ഉണ്ടല്ലോ, അപ്പോ കാര്യമില്ല. ഈ കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലി കടൽ മർക്കടവീരരെ നിർണയം. നമുക്കാർക്കും ഈ കടൽ കടക്കാൻ സാധിക്കില്ല. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധൗ. ഇവിടെ കൃതയുഗത്തിൽ നടന്ന ഒരു കാര്യം പറയുകയാണ്. ത്രിവിക്രമൻ വാമനാവതാരത്തിൽ ഭഗവാൻ 3 ലോകങ്ങളും ഛന്നനായി 3 ലോകങ്ങളെയും മറച്ചുകൊണ്ട് അങ്ങനെ വളർന്നു വലുതായ സമയത്ത് 3 അടിയായി അളക്കും വിധൗ യൗവനകാലെ തന്റെ യൗവനകാലത്തിൽ പെരുമ്പറയും കൊട്ടി 37 വട്ടം 3 ഗുണിതം 7 അതാണ് 37. അപ്പൊ 21 വട്ടം വലത്ത് വെച്ചിടിനേൻ. ഭഗവാനെ ഇങ്ങനെ ചുറ്റിയിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോൾ വാർദ്ധക്യഗ്രസ്തനായേൻ ഇതാനീം. ഇപ്പോൾ ഞാൻ പ്രായമായി, വയസ്സനായി. ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. എനിക്ക് സമുദ്രം കടക്കാനുള്ള വേഗം ഇപ്പോഴില്ല. ഇത് പറയുന്നത് ജാംബവാനാണ്. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവ അരി ഭഗവാന് ചെയ്തേൻ ദശമാത്രയാ 10 നിമിഷം കൊണ്ട്. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലകൾ ഓർത്തോളം അത്ഭുതമെത്രയും. ആ കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലകളെ കുറിച്ച് എന്ത് പറയാനാണ്. അന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ പ്രായത്തിന്റെ ആ ഒരു ചുറുചുറുക്കും കൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇന്ന് 100 യോജന പോലും എനിക്ക് ചാടിക്കടക്കാൻ സാധിക്കുന്നില്ല. ഇത്തം അജാത്മജൻ, ജനിക്കാത്ത, അതായത് സ്വയംഭൂവായിട്ട് ജനിച്ച ആളാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് അജന്റെ ആത്മജൻ ബ്രഹ്മാവിന്റെ മകൻ ജാംബവാൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അംഗദൻ ഇപ്രകാരം പറഞ്ഞു: അങ്ങോട്ടു ചാടാം എനിക്കെന്ന് നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. എനിക്ക് 100 യോജന അങ്ങോട്ട് പോകാൻ സാധിക്കും, പക്ഷെ തിരിച്ചു വരാൻ എനിക്ക് സാധിക്കില്ല. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും. സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും. ഭഗവാന് ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ എങ്കിലും നമ്മെ അയച്ചതിന് ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ. എങ്ങനെയാണെങ്കിൽ ഭൃത്യരിലേകനുണ്ടാമെന്നതേ വരൂ. ഭഗവാൻ ഉറപ്പുണ്ട് ഞങ്ങളിൽ ആരോ ഇത് ചാടിക്കടക്കുമെന്ന്. അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളെ അയച്ചത്. അപ്പോൾ ഭഗവാന് നിശ്ചയമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കോ ഇത് സാധ്യമാണ്. ആർക്കുമേയില്ല സാമർഥ്യം. ഇനി ആർക്കും സാമർഥ്യം ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അനശനം ദീക്ഷിച്ച്, ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് തന്നെ മരിക്കനല്ലൂ വയം. എന്നാൽ പിന്നെ നമുക്ക് നേരത്തെ തീരുമാനിച്ചതുപോലെ മരിക്കാം. അത് തന്നെയാ നല്ലത്. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ബ്രഹ്മാവിന്റെ പുത്രനായ ജാംബവാൻ ചൊല്ലിനാൻ: എന്തു ജഗത് പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. ജഗത്തിന് പ്രാണനെ കൊടുക്കുന്ന വായു ഭഗവാന്റെ മകനായ ഹനുമാൻ ഇതെന്താണിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഒന്നും പറയാതെ. കുണ്ഠനായി തന്നെ ഇരുന്ന് കളകയോ. ഇങ്ങനെ കുണ്ഠതഭാവത്തിൽ ദുഃഖിച്ച് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? കണ്ടീല നിന്നെയൊഴിഞ്ഞ് മറ്റാരെയും. നിന്നെയാണ് ഭഗവാൻ കണ്ടിരിക്കുന്നത്, മറ്റാരെയുമല്ല. നീ ആരാണ്? നീ മറന്നുപോയി നിന്റെ മഹത്വം. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. ദാക്ഷായണി പാർവതി ദേവിയുടെ ഗർഭത്തിൽ അങ്കുരിച്ചവനാണ് നീ. സാക്ഷാൽ മഹാദേവന്റെ ബീജമാണ്. ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ വാനര രൂപമെടുത്ത് കളിച്ച് ചിരിച്ച് അങ്ങനെ രമിച്ച് നടക്കുന്നതിനിടയിൽ പാർവതി ദേവി ഗർഭിണിയായി. എന്നാൽ പാർവതി ദേവിക്ക് ഒരു വാനര ജന്മത്തിന് വാനരൻ തന്റെ മകനായി ജനിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മഹാദേവൻ ആ ഗർഭസ്ഥ ഭ്രൂണത്തെ തന്റെ യോഗമായ കൊണ്ട് തിരിച്ചെടുത്തിട്ട് വായുഭഗവാനെ ഏൽപ്പിച്ചു. വായുഭഗവാൻ ആ ഭ്രൂണത്തെ ഒരുപാട് കാലം തന്നിൽ തന്നെ സൂക്ഷിച്ചു എന്നാണ്. എന്നിട്ട് കാലമായപ്പോൾ അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അഞ്ജനാസുതനായത്, വായുതനയനായത്. യഥാർത്ഥത്തിൽ
ശിവശക്തി ബീജമാണ് ഹനുമാൻ. പിന്നെ വാതാത്മജനാകെയും ഉണ്ടവൻ തന്നോട് തുല്യൻ. ആ വായുഭഗവാന്റെ അതേ വേഗമുള്ളവനാണവൻ. ബലവേഗമോർക്കിലോ, അവന്റെ ബലവേഗം വായുഭഗവാന് തുല്യമാണ്. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന്, ഒരു സിംഹത്തെ കൊന്ന് താപത്തെ ഇല്ലാതാക്കിയ വീരശൂര പരാക്രമിയായ കേസരി എന്ന വാനരനാഥൻ, ആ കേസരിയായിരുന്നു അഞ്ജനയുടെ ഭർത്താവ്. അങ്ങനെ പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. ഇനി ഹനുമാന്റെ ജീവിതത്തിൽ ജനിച്ച ഉടനെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അഞ്ജനാ ഗർഭച്യുതനായി അവനിയിൽ അഞ്ജസാ ജാതനായി വീണ നേരം ഭവാൻ. പ്രസവകാലം അടുത്ത സമയത്ത് പെട്ടെന്ന് അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് വീണു. അങ്ങനെ വീണ ഉടനെ തന്നെ ആ ബാലൻ, അതായത് വാനരബാലൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസ്സേ. ജാമ്പവാൻ പറയുകയാണ്, ഓർമ്മയില്ലേ ഹനുമാനെ, നീ 500 യോജനയാണ് അന്ന് ചാടിയത്. എപ്പോൾ? കുഞ്ഞായിരിക്കുമ്പോൾ. അന്ന് ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം, ചണ്ഡകിരണൻ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കണ്ടിട്ട് ആ മണ്ഡലം തന്നെ തുടുതുടെ കണ്ട്, സൂര്യമണ്ഡലം ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കണ്ട് പക്വമെന്നോർത്ത്, നീ അതൊരു പഴമാണെന്നോർത്ത് ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റ് പതിച്ചതും. അങ്ങനെ സൂര്യമണ്ഡലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഐരാവതത്തെ കണ്ടപ്പോൾ ഐരാവതത്തെ ഉപദ്രവിക്കാൻ തുനിഞ്ഞു എന്നാണ്. അത് കണ്ടിട്ട് ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ഈ കുഞ്ഞിന്റെ താടിയെല്ലിന് ഒരടിയടിച്ചു. അങ്ങനെ അടിച്ചതിനാൽ ദുഃഖിച്ച് മാരുതൻ, അച്ഛനായ മാരുതൻ, നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം, പാതാള ലോകത്ത് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മൊടും, ലോകത്തിന് മുഴുവൻ പ്രാണനെ കൊടുക്കുന്ന വായുഭഗവാൻ ഇല്ലാതെയായപ്പോൾ ലോകം മുഴുവൻ ശ്വാസം മുട്ടിത്തുടങ്ങി. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ 30 മുക്കോടി വാനവർ തമ്മൊടും ഉൽപ്പല സംഭവ പുത്രൻ, ഉൽപ്പല സംഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ പുത്രനായ നാരദൻ, ഇവരെല്ലാരും കൂടെ ഈ വായുഭഗവാനെ പ്രസാദിപ്പിക്കാനായി പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ചിടിനാർ. ഈ കുഞ്ഞിനെ, വാനര കുഞ്ഞിനെ അനുഗ്രഹിച്ചു. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും, ഈ ലോകം നശിച്ചാലും നീ ചിരഞ്ജീവിയായിട്ടിരിക്കും. കൽപ്പാന്തകാലത്തുമില്ല മൃതി. ഇവിടെ കൽപ്പാന്തകാലം, പ്രളയം വന്ന് പ്രളയം സംഭവിച്ചാലും ഈ കുഞ്ഞിന് മരണമില്ല. കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. ഇത് ഒരിക്കലും ഇളക്കം തട്ടാത്ത ഒരു തീരുമാനമാണ്. ഇങ്ങനെ ആംനായ സാരാർത്ഥമൂർത്തികൾ, വേദമൂർത്തികൾ ഒരു ദേവതമാരായി വന്നിട്ട് പറഞ്ഞു, നാംനാ ഹനുമാനിവനെന്ന് സാദരം. അവരാണ് നിനക്ക് പേരിട്ടത്. ഹനു എന്നാൽ താടിയെല്ല്, താടിയെല്ലിന് വജ്രായുധം പതിച്ചവൻ, എന്നിട്ടും ഉഗ്രബലവാനായി തീർന്നവൻ എന്ന അർത്ഥത്തിൽ ഹനുമാൻ ഇവനെന്ന് സാദരം. വജ്രം ഹനുവിങ്കലേറ്റ് മുറികയാൽ ആ ചരിത്രങ്ങൾ മറന്നിതോ മനസ്സേ. ഹനുമാനോട് ചോദിക്കുകയാണ്, നീ മറന്നുപോയോ നിന്റെ വീരശൂര പരാക്രമങ്ങൾ? ഒരു കുഞ്ഞായിരിക്കുമ്പോഴേ നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 100 യോജന നിനക്കൊരു ദൂരമാണോ? നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. വേറെ ആർക്കും കൊടുക്കാതെ ശ്രീരാമചന്ദ്രൻ ആ അങ്കുലീയം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒന്നും കാണാതെ ആയിരിക്കുമോ അത് തന്നത്? ത്വത്ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടോ, ആർക്കും സാധിക്കില്ല. നീ എന്താണിങ്ങനെ മറന്നുപോയത്? ഒരു നിശ്ചേഷ്ടനായി ഇരിക്കുന്നത് എന്താണ്? യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി. തന്റെ ബലത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം തരുന്ന വാക്കുകൾ കേട്ടപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ സിംഹം പോലെ മാരുതി അങ്ങനെ ആക്രോശിക്കാൻ തുടങ്ങി. ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ
കുലുങ്ങുന്ന അത്രയും ശബ്ദത്തിൽ ഉറക്കെ സിംഹനാദം ചെയ്തരുളി. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു. ഭൂമിയെ ധരിക്കുന്ന പർവ്വതാകാരമായിട്ട് മാറി മാരുതി. എന്നിട്ട് പറഞ്ഞു, ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. ആവേശം കയറിയപ്പോ പിന്നെ ഹനുമാൻ പറഞ്ഞതല്ല, അതിനുമപ്പുറം ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. സമുദ്രലംഘനം ചെയ്യുമെന്ന് മാത്രമല്ല, ലങ്കാപുരത്തെ ഭസ്മമാക്കും ഞാൻ. എന്നിട്ട് രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവിനിപ്പോഴേ. ഇനി അല്ലായെങ്കിൽ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിൽ, എന്റെ ഇടത്ത് കൈയിൽ ദശകണ്ഠനെ ബന്ധിച്ചു വരും. എന്നിട്ട് രാമാന്തികെ വെച്ച് കൈ തൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ എന്റെ ധൈര്യം രാമന്റെ അങ്കുലീയമാണ്. മാരുതി വാക്ക് കേട്ട് ഒരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. അങ്ങനെ ഹനുമാൻ തന്റെ വീര്യത്തെ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടപ്പോൾ ജാംബവാന് വലിയ സന്തോഷമായി. പക്ഷെ ഇത്രയൊന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണ്. ദേവിയെ കണ്ട് തിരികെ വരിക നീ. ഇപ്പോൾ നീ ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ, ഈ സമുദ്രലംഘനം ചെയ്തിട്ട് ദേവിയെ കണ്ട് തിരികെ വരിക. രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം. രാവണനോട് നമുക്ക് പിന്നെ എതിർക്കാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ, ശ്രീരാമചന്ദ്രൻ അത് ചെയ്തുകൊള്ളും. വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. നമുക്ക് ആ സമയത്ത് നീ ഇപ്പറഞ്ഞ പോലെ നമുക്ക് പരാക്രമം കാണിക്കാം. പുഷ്കരമാർഗേണ പോകും, ആകാശമാർഗേണ പോകുന്ന നിനക്കൊരു വിഘ്നം വരായിക. കല്യാണം ഭവിക്കട്ടെ, നിനക്ക് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. മാരുതദേവനുമുണ്ടരികെ, നിന്റെ കൂടെ നിന്റെ അച്ഛനായ വായുഭഗവാനുണ്ട്. നിന്റെ കൂടെ ഭഗവാനുണ്ട്. ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. കാരണം ഭഗവാന്റെ കാര്യത്തിനാണ് നീ പോകുന്നത്. ഇങ്ങനെ ആശീർവചനവും ചെയ്ത് കപികുലം ആശുപോകെന്ന് വിധിച്ചോരനന്തരം എല്ലാ കവികളും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി. വേഗം തന്നെ ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് നാഗാരിയെ പോലെ, നാഗം പർവ്വതങ്ങളുടെ ശത്രുവായ ഗരുഡനെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇങ്ങനെ യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും തുഞ്ചന്റെ തത്ത ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. അത് ആലോചിച്ച്, ആ സംഭവം ആലോചിച്ചങ്ങനെ സന്തോഷത്തോടെ തത്ത, എഴുത്തച്ഛന്റെ ആ കിളി തത്തമ്മ സന്തോഷത്തോടെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം സമാപിക്കുന്നു. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. ഓം ശ്രീരാമചന്ദ്രായ നമഃ.